ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനെയും വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോട് വിനയത്തോട് സ്വാഗതം ചെയ്തു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഈ മാസത്തെ 17-ാമത്തെ ദിവസം 17 മാർച്ച് 2026, ഈ വർഷത്തിലെ 76-ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 31-ാമത്തെ ദിവസം. ഇന്നത്തെ ധ്യാന വിഷയം സത്യസന്ധത എങ്ങനെ സാധ്യമാക്കാം. സത്യസന്ധത എങ്ങനെ സാധ്യമാക്കാം. ഇന്നത്തെ ലോകത്ത് എങ്ങും കാണാത്തതായ ഒരു സംഗതിയാണ് സത്യസന്ധത എന്നത്. സത്യസന്ധത ഈ ലോകത്തിൽ നിന്നും പോയിപ്പോയോ എന്ന് പോലും ചില സാഹചര്യത്തിൽ തോന്നിപ്പോകാറുണ്ട്. എന്നാൽ ദൈവവിശ്വാസികളായ നാം ഓരോരുത്തരും സത്യസന്ധതയിൽ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് നാം ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ യോഗ്യമായി നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിൽ അറിയാതെയോ അറിയാതെയോ ഏതെങ്കിലും തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സത്യസന്ധതയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഈ വലിയ നോമ്പ് അതിന് ഒരു കാരണമാക്കി നാം നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ ഈ നോമ്പ് നമുക്ക് ഉപകരിക്കാം. ജീവിതത്തെ ധന്യമാക്കുന്ന അതിശ്രേഷ്ഠമായ സദ്ഗുണമാണ് സത്യസന്ധത. സത്യമേവ ജയതേ എന്നതാണ് ഭാരത സംസ്കാരം ലോകത്തിന് നൽകുന്ന സന്ദേശം തന്നെ. ഇന്ത്യൻ ഭരണഘടനയുടെ മുദ്രാവാക്യവും ഇത് തന്നെ ആണ്. ലോകാരാധ്യനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് തന്നെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. ജീവിതത്തിൽ സത്യമേ പറയൂ എന്ന വ്രതം ആചരിച്ച മഹാനാണ് മഹാത്മാഗാന്ധി. ചിന്തിക്കുന്നത് പോലെ തന്നെ പറയുകയും പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുക, അതാണ് സത്യം. ഉള്ളിൽ ഒന്ന് മറച്ചു വെച്ചിട്ട് മറ്റൊന്ന് പ്രവർത്തിക്കുന്നത് കാപട്യമാണ്, അധർമ്മമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ തെറ്റ് ചെയ്യുകയാണ് എന്ന് ഇപ്പോഴത്തെ ലോകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സത്യം എന്ന പദത്തിന് മാറ്റമില്ലാത്തത്, അകളങ്കമായത്, അനശ്വരമായത് എന്നൊക്കെ അർത്ഥം പറയാം. സത്യവും ധർമ്മവും എന്നത് നമ്മുടെ പൗരാണികമായ ഒരു മുദ്രാവാക്യമാണ്. ബുദ്ധമതം ഈ മുദ്രാവാക്യം ശക്തമായി ഏറ്റു പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്നാണ് മോക്ഷം. ഈശ്വരനെ സത്യമായി സ്വജനങ്ങൾ കാണും. ഭൗതികമായതെല്ലാം മിഥ്യയാണ്. സത്യമായിട്ടുള്ളത് ഈശ്വരൻ മാത്രമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയുകയും ചെയ്യാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശുനാഥൻ അരുളി ചെയ്യുന്നു. സാക്ഷാൽ സത്യവും സത്യത്തിലേക്കുള്ള മാർഗവും ക്രിസ്തു തന്നെ എന്നും നമുക്ക് ഏവർക്കും അറിയാം. നശ്വരമായ ഈ ലോകത്തിൽ സകലത്തിനും ആധാരമായിട്ടുള്ള മഹാചൈതന്യമാണ് സത്യമെന്നും നമുക്ക് ഏവർക്കും അറിയാം. പരിശുദ്ധനായ പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ ദൈവം സത്യവാൻ എന്ന് ഘോഷിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളോടും ദുഷ്ടന്റെ തീയമ്പുകളോടും എതിർക്കുവാൻ ക്രിസ്തു ഭക്തൻ അരയ്ക്ക് കെട്ടേണ്ട ആയുധമാണ് സത്യം. സത്യത്തിന് ഫലമുണ്ട്. ആ ഫലം നീതിയും വിശുദ്ധവുമാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. നാം എല്ലാം ഒരേ അപ്പത്തിന്റെ അംശികളായാലും സഹോദരങ്ങളായാലും പരസ്പരം സത്യം പറയണം, എങ്കിൽ മാത്രമേ അതിന് വിലയുള്ളൂ. എന്നാൽ ആധുനിക സമൂഹം സത്യത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് ഭൗതിക സൗകര്യങ്ങൾ നേടിയെടുക്കുവാൻ മത്സരിക്കുകയാണ്. ഒരുതരം പൊങ്ങച്ച സംസ്കാരത്തോടാണ് എല്ലാവർക്കും താല്പര്യം. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഏതറ്റം വരെ പോകും. സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും ഇതിൽ നിന്ന് ഭിന്നരല്ല. കാര്യസാധ്യതയ്ക്ക് വേണ്ടി സത്യത്തെ വളച്ചൊടിക്കുവാൻ നമുക്ക് ആർക്കും മടിയില്ലാത്ത കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. സത്യത്തിൽ നിന്നും വ്യതിചലിക്കുന്ന വ്യക്തിയും സമൂഹവും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്നത് നാം ഓർക്കേണ്ടതുണ്ട്. സദൃശവാക്യം നമ്മെ ഓർപ്പിക്കുന്നു. സത്യം പറയുന്ന ആദരം എന്നേക്കും നിലനിൽക്കും, വ്യാജം പറയുന്ന നാവോ മാത്രം നേരത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് സദൃശവാക്യം 12:19 പറയുന്നത്. ദൈവം മോശയ്ക്ക് നൽകിയ 10 കൽപ്പനയിൽ ഒന്നാമത്തേത് കള്ളസാക്ഷ്യം പറയരുത് എന്നതാണ്. ആദ്യകാലം മുതൽ സത്യസന്ധതയ്ക്ക് പ്രാധാന്യം ഉണ്ട് എന്ന് ഇത് നമ്മളോട് വിളിച്ചോതുന്നു. വിവിധ മേഖലകളിൽ മെമ്പർമാരായി തിരഞ്ഞെടുക്കുന്നവർ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ടല്ലോ. അതുപോലെ കോടതികളിൽ
സാക്ഷികളെ വിസ്തരിക്കുന്നതിന് മുമ്പ് വേദഗ്രന്ഥത്തിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്. സത്യമേ പറയൂ എന്നൊരു ഉറപ്പാണത്. ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ പോലും സത്യവാങ്മൂലം അപേക്ഷകൻ ഒപ്പിട്ട് നൽകാറുണ്ട്. ഇതിൽ നിന്നെല്ലാം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സത്യം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ആണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയിൽ അദ്ദേഹത്തിന്റെ 13ാമത്തെ വയതിൽ ജ്യേഷ്ഠന്റെ സ്വർണ്ണമാലയുടെ ഒരു ഭാഗം മോഷിച്ചു വിറ്റത് സത്യസന്ധമായി ഒരു കടലാസിൽ രേഖപ്പെടുത്തി അച്ഛനെ ഏൽപ്പിക്കുന്ന രംഗം ആരും ചങ്കിടിപ്പോടുകൂടിയാണ് വായിക്കാറുള്ളത്. കാരണം പങ്കന്തരം എന്ന രോഗം ബാധിച്ച് കിടപ്പിലായിരുന്ന അച്ഛന്റെ അടുക്കൽ പാപബോധത്തോടെ പശ്ചാത്തല വിവശനായി തനിക്ക് അതിനുള്ള ശിക്ഷ തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. എന്നാൽ പിതാവ് കടലാസ് വായിച്ച് കണ്ണുനീർ പൊഴിക്കുകയാണ് ചെയ്തത്. മോഹൻദാസും അത് കണ്ട് കരയുന്നു. മകന്റെ സത്യസന്ധതയിൽ ആനന്ദ കണ്ണീരാണ് ആ അച്ഛൻ പൊഴിച്ചത് എന്ന് നമുക്ക് ആ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. മേലാൽ തൻ്റെ മകൻ ഇതുപോലെ തെറ്റുകൾ ചെയ്യുകയില്ല എന്ന് ആ അച്ഛന് ബോധ്യമായതായും നമുക്ക് പിന്നീട് ഉള്ള ആ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിൽക്കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസ എന്ന ശക്തമായ ആയുധം പ്രയോഗിക്കുവാൻ ഗാന്ധിജിയെ ശക്തനാക്കിയത് ഈ സംഭവമാണെന്ന് അദ്ദേഹം തന്നെ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. സത്യത്തിന് ഫലമുണ്ട്. ഒരു ഫലം നീതിക്കും വിശുദ്ധിക്കുമാണ്. നമ്മുടെ കർത്താവിന്റെ ജീവിതവും പളുങ്കുപോലെ നിർമ്മലവും വിശുദ്ധവും സത്യസന്ധവുമായിരുന്നു. സത്യസന്ധതയില്ലാത്ത പെരുമാറ്റം കൊണ്ടാണല്ലോ ആദിമ മാതാപിതാക്കളായ ആദാമും ഹവ്വായും ആ സ്വർഗസുന്ദരമായ ആ ഏദൻ തോട്ടത്തിൽ നിന്നും വെളിയിലാകപ്പെട്ടത്. അതായത് സത്യസന്ധതയ്ക്ക് വലിയ വിലയുണ്ട്. അത് ഇല്ല എങ്കിൽ നാം എങ്ങും അതിനാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കള്ളത്തരവും ദോഷത്തരവും ഒക്കെ കുറച്ചു നാളത്തേക്ക് നമുക്ക് മറച്ചു വെക്കുവാൻ സാധിക്കും. എന്നാൽ ജീവിതകാലം മുഴുവൻ പറ്റില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളുടെ ഇപ്പോഴത്തെ സമയത്തേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധനായ പരിമല തിരുമേനിയെയും പാമ്പാടി തിരുമേനിയെയും നോക്കുക. അവരുടെ ആ ജീവിത പരിശുദ്ധി, അവരുടെ സത്യസന്ധത ആണ് നമ്മെ ഓരോരുത്തരെയും ഇന്ന് അവരിലേക്ക് ആകർഷിക്കുന്നത്. അവരുടെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതിന്റെ കാരണം അവരുടെ സത്യസന്ധതയും അവരുടെ ജീവിതത്തിൽ അവർ എന്ത് ചിന്തിച്ചുവോ, എന്ത് അവർ പ്രസംഗിച്ചുവോ അതേ രീതിയിൽ അവർ ജീവിച്ചു കാണിച്ചു എന്നുള്ളതും കൂടിയാണ്. അങ്ങനെയുള്ള സത്യസന്ധരെ ദൈവം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അവരുടെ മധ്യസ്ഥത സ്വീകരിക്കും. പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ മോശയെ നോക്കുക, അതുപോലെ തന്നെ യോബിനെ നോക്കുക. അവരുടെയൊക്കെയും പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ കാരണം അവർ സത്യസന്ധർ ആയിരുന്നതിനാൽ മാത്രമാണ്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യൂദാ ഇസ്കറിയോത്തായെ കുറിച്ച് അറിയാം. അവൻ സത്യസന്ധത ഉള്ളവനായിരുന്നുവെങ്കിൽ അവനെ തൂങ്ങി മരിക്കേണ്ടതായ ആവശ്യം ഇല്ലായിരുന്നു. നാം ഇങ്ങനെ അനേക ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിൾ ഉടനീളം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. സദൃശവാക്യം 12:19 നാം കാണുന്നത്, സത്യം പറയുന്ന അതരം എന്നേക്കും നിലനിൽക്കും, വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ എന്നാണ്. പടയാളികൾ വാളും വടിയുമായി കർത്താവിനെ പിടിക്കുവാൻ വന്നപ്പോഴും ക്രൂശിൽ കിടന്ന് ജീവൻ വെടിയുന്ന അവസാനത്തെ നിമിഷത്തിൽ പോലും എത്ര സത്യസന്ധമായിട്ടാണ് ധൈര്യപൂർവ്വം അവയെ എല്ലാം നേരിട്ടത് എന്ന് നാം ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സത്യത്തെ നമ്മുടെ കർത്താവ് ജീവശ്വാസം പോലെ പാലിച്ചു. ആയതിനാൽ നമുക്കും സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാം. നമ്മെ സത്യ ദൈവത്തിൽ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഈ വലിയ നോമ്പ് ഒരു കാരണമായി തീരട്ടെ. ഈ 31 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് നമ്മെ തന്നെ തിരുത്തുവാൻ സാധിച്ചില്ല എങ്കിൽ സാരമില്ല. ബാക്കിയുള്ള ദിവസങ്ങൾ ഇനി 19 ദിവസങ്ങൾ കൂടിയുണ്ട്. ആ ദിവസങ്ങൾ നമുക്ക് സത്യസന്ധമായി ജീവിക്കുന്നതിനും പരോപകാരം ചെയ്യുന്നതിനും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരുടെ സ്നേഹിച്ച് നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നതിനും സന്തോഷം ഉണ്ടാക്കുന്നതിനും അങ്ങനെ ദീർഘക്ഷമയും ദയയും നമ്മിൽ ഉണ്ടാകുവാനും
ഒക്കെ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും മറ്റുള്ളവരെ ഞാൻ സഹായിച്ചില്ലെങ്കിലും ഇന്നു മുതൽ ഞാൻ ആരെയും ഉപദ്രവിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.